മേഡിയൻ ഇസ്രായേൽ അവരുടെ നിർമ്മാണ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പേജർ മുതൽ പാൽപ്പൊടി വരെ, മിഠായി മുതൽ അരിസാധനങ്ങൾ വരെ, ഇത്രയും കാര്യങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. അത് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന തന്ത്രത്തിന്റെ മറ്റൊരു പതിപ്പാണ് ലെബനാനിൽ നടന്ന പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഇന്നോ ഇന്നലെയുള്ളതല്ല, പതിറ്റാണ്ടുകൾക്ക് മുൻപേ പ്രൊഡക്റ്റ് സാധനങ്ങൾ വിപണിയിൽ വിറ്റഴിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായിരിക്കുന്ന നിലപാടുകളും നീക്കുപോക്കുകളും ഇസ്രായേൽ നടത്താറുണ്ട്. അവരത് വിജയിക്കാറുണ്ട്. അത് വിജയിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ 100% ഇസ്രായേലിന് എല്ലാ തരത്തിലും പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഇരട്ട പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരട്ട പൗരത്വമുള്ള രാജ്യം ജൂതന്മാരാണ്, അത് ഇസ്രായേലികരാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ രാജ്യത്ത്, അതായത് അമേരിക്കയിലും വോട്ട് ചെയ്യാം, ഇസ്രായേലിലും വോട്ട് ചെയ്യാം, ബ്രിട്ടനിലും വോട്ട് ചെയ്യാം, ഇസ്രായേലിലും വോട്ട് ചെയ്യാം, ജർമ്മനിലും അങ്ങനെ, തിരിച്ചു ഇങ്ങനെ. ആ രീതിയിൽ രണ്ട് രാജ്യത്തും തത്തുല്യമായിരിക്കുന്ന പൗരത്വ സംവിധാനം ഇസ്രായേലിന് മാത്രം നൽകപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങൾ. അതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മൂല്യമുള്ള ദേശത്തിന്റെ ഭാഗത്ത് ശാശ്വതമായ രീതിയിൽ ജൂതരാജ്യങ്ങൾ നിലനിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് രണ്ട് രീതിയാണ്. ലോകത്താകമാനമുള്ള സാമ്പത്തിക മേൽക്കോയ്മയുടെ 30% അറേബ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ അവിടേക്കുള്ള നേരിട്ടൊരു പ്രവേശനം സാധ്യമാകണമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ നിലനിൽക്കണം. രണ്ടാമത്, ഇതിനെ ചുറ്റുപറ്റിയുള്ള മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയും ഈ രാജ്യം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും കാലത്ത് ഇസ്രായേലുമായിട്ട് അറബ് രാജ്യങ്ങൾ, ഏതെങ്കിലും കാലത്ത് അമേരിക്കയുമായി അറബ് രാജ്യങ്ങൾ തെറ്റുന്ന ഒരു സ്ഥിതി വന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും എന്ന ദീർഘദൃഷ്ടിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ലോകത്താകമാനം വ്യാപിക്കപ്പെട്ട രീതിയിൽ അങ്ങനെ വിലസി നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന സത്യം. നമ്മൾക്കൊന്ന് നോക്കാം ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ അവരെങ്ങനെ വിൽപ്പന നടത്തുന്നു എന്നുള്ളത്. അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ ഉൽപ്പന്നം നിരോധിത വസ്തുക്കളാണ്, അവിടെ വിൽക്കാൻ പാടില്ല. അത് സൗദി അറേബ്യ, ഖത്തർ, ഒമാനും ബഹ്റൈൻ ഈ രാജ്യങ്ങളിലൊന്നും മേഡിയൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അവരവിടെ വിൽപ്പന നിരോധിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കയറ്റുമതി ഇല്ല, അതേപോലെ തന്നെ ഇറക്കുമതിയുമില്ല. എന്തെങ്കിലും ഉൽപ്പന്ന സാധനങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സംവിധാനം ഇല്ല, തിരിച്ചിങ്ങോട്ടും ഇല്ല. അതാണ് അതിന്റെ സ്ട്രൈറ്റ് ആയിരിക്കുന്ന വേ. ഉൾട്ടാ പരിപാടിയിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ്. അത് വിപണി മാർക്കറ്റ് അവർ കീഴടക്കുന്ന റൂട്ടാണ് നമ്മൾ പറയുന്നത്. അറബ് രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. പാൽ ഉൽപ്പന്നങ്ങൾ പോലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു. പച്ചക്കറി അങ്ങനെ, ഇറച്ചിയുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ, ഇലക്ട്രോണിക്കും അത് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ, നിർമ്മാണ വസ്തുക്കളുമായി ബന്ധപ്പെട്ടത് എല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. സമ്പത്ത് കൂടുതലും ജനസംഖ്യ കുറവും ഉൽപാദനക്ഷമത ഇല്ലാത്തതുമായ അല്ലെങ്കിൽ കുറവുള്ളതുമായിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ഗൾഫ് രാജ്യങ്ങൾ, അറേബ്യ രാജ്യങ്ങളൊക്കെ പെടുന്നത്. ഇപ്പോഴാണ് കുറച്ചൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സൗദി അറേബ്യയും ഖത്തറും തമ്മിലുണ്ടായിരിക്കുന്ന വിഷയം ഉണ്ടായ സമയത്ത് യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് പാലുൽപ്പന്നം കിട്ടാത്ത ഒരു സ്ഥിതി വരെ വന്നു. സൗദി അറേബ്യയിൽ അൽമറ എന്ന് പറയുന്ന പാൽ കമ്പനി ആയിരുന്നു ഖത്തറിലേക്ക് നിരന്തരം പാല് കൊടുത്തുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ ഒരു പണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൗദി അറേബ്യ ഖത്തറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ഇങ്ങോട്ടുള്ള പ്രവേശങ്ങൾ നിരോധിക്കുകയും അവിടുത്തെ ഖത്തറിലെ പൗരന്മാരോട് രാജ്യം വിട്ടു പോകാൻ പറയുകയും ചെയ്ത വലിയൊരു വിവാദമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിന്റെ കാര്യകാരണത്തെക്കുറിച്ചൊക്കെ പിന്നീട് ആണ് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നവും ഇവിടെ ഇറക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പ്രതിസന്ധിയിലായി. തുർക്കി പോലെയുള്ള രാജ്യങ്ങളാണ് ആ ഘട്ടത്തിൽ ഖത്തറിനെ പാല് നൽകാൻ പോലും സഹായിച്ചത്. പാലുൽപ്പന്നങ്ങൾ പിന്നെ അവിടെ നിന്നായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം പര്യാപ്തത നേടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റ് വളരെ പ്രാധാന്യമുള്ള മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ കറൻസിക്ക് മൂല്യമുണ്ട് എന്നതിനാൽ തന്നെ
വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റായിട്ട് ഇത് എല്ലാ കാലത്തും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അറേബ്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ അറബ് വിപണി കീഴടക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് മേഡ് ഇൻ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റിക്കർ മാറ്റി അവിടെ മേഡ് ഇൻ USA എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വിപണിയിൽ കയറി ഒരു കടയിൽ കയറിയിട്ട് നോക്കുന്ന സമയത്ത് എവിടെയും ഇസ്രായേലിന്റെ ഉൽപ്പന്നം കാണില്ല. പകരം എന്ത് കഴിയും? മേഡ് ഇൻ USA എന്ന് പറയും. USA അതായത് അമേരിക്കയുമായിട്ടും ബ്രിട്ടനുമായിട്ടും ഒക്കെ വലിയ രീതിയിലുള്ള ബന്ധമാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തുള്ളത്. 75 വർഷമോ അതിൽ കൂടുതലോ ബന്ധങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവരുമായിട്ട് ഉടക്കാനോ അവരുമായിട്ട് വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനോ ഒരു കാലത്തും അറബ് രാജ്യങ്ങൾ തയ്യാറാവില്ല. അമേരിക്ക ഇങ്ങോട്ടും തയ്യാറാവില്ല. വലിയ സൗഹൃദ രാജ്യമാണ്. അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ വിപണിയിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഇസ്രായേൽ എന്ത് ചെയ്യും? നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് മുഴുവനും മേഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും. ചിലതൊക്കെ ഈ കടൽ വഴി വരുന്ന കപ്പൽ വഴി വരുന്നതൊക്കെ അവിടെ പരിശോധിക്കും എന്നുള്ള ഒരു സ്ഥിതിയൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അതിന്റെ കപ്പലിന്റെ റൂട്ട് മാറ്റി സഞ്ചരിക്കും. എന്നിട്ട് രണ്ട് രീതിയായിട്ട്, അതായത് തൊട്ടടുത്ത് ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന രാജ്യത്തേക്ക് ആദ്യം ഈ ഉൽപ്പന്നങ്ങൾ എത്തും. ഈജിപ്തായിട്ടോ അല്ലെങ്കിൽ ഈജിപ്തിനോട് സഹകരിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലേക്കൊക്കെ ആദ്യം ഉൽപ്പന്നങ്ങൾ പോകും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം തിരിച്ചിട്ട് ഇവരെ സീപോർട്ടിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ ഇസ്രായേലിനോട് സഹകരിക്കുന്ന രാജ്യത്തേക്ക് ആദ്യഘട്ടത്തിൽ പോകും. എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈജിപ്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈജിപ്തും ഗൾഫ് രാജ്യങ്ങളും നല്ല ബന്ധമാണ്, വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഇസ്രായേൽ ഈജിപ്തിലെ സീപോർട്ടിലേക്ക് എത്തിക്കുന്നു കപ്പൽ മാർഗം. പിന്നീട് ഈജിപ്തിൽ നിന്ന് കപ്പൽ മാർഗം ഗൾഫ് രാജ്യത്തേക്ക് എത്തിക്കുന്ന സമയത്ത് ആർക്കും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ഇതേതാ മേഡ് വരുന്നത്? മേഡ് ഇൻ അമേരിക്ക. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു, വിഷയകാര്യങ്ങളൊന്നുമില്ല. ഈ റൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാരമ്പര്യമായി ചെയ്തു വരുന്ന, വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. ഇത് വല്ലാതെ വൈകിയ ശേഷമാണ്, അതായത് ഇറാഖ് അമേരിക്കയും യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് നിയന്ത്രിക്കണം എന്ന കാര്യത്തിൽ. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തുന്ന രീതി കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അത് വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം അതിനോടനുബന്ധിച്ച് തന്നെ വന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു സാമ്പത്തിക മുന്നേറ്റം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഉണ്ടാവാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുക്കുന്ന തന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൽപ്പന്നങ്ങളുടെ മേട് മാറ്റി മറ്റു രാജ്യത്തിന്റെ മേട് വെച്ചുകൊണ്ട് ശത്രു രാജ്യമായിരിക്കുന്ന അറബ് രാജ്യത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ, വിൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തി എന്നുള്ളത്. രണ്ടാമത്തത് ലോക ബാങ്കിലുള്ള പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളും പൗരന്മാരും വ്യവസായികളും സമ്പന്നരുമെല്ലാം ലോക ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു. ലോക ബാങ്ക് അമേരിക്കയുടെ കൺട്രോളിലെ ബാങ്കാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ലോക ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിരിക്കുന്ന കണക്കുകൾ മറ്റൊരു രാജ്യത്തിന് പറയാൻ പാടില്ല എന്ന് നിയമമുള്ളത് കൊണ്ട് എത്ര പണം ഉണ്ടെങ്കിലും അത്രയും പണം ഈ ലോക ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും. ആ സാധിക്കുന്നത് കൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളിലെ പരമാവധി സമ്പന്നരൊക്കെ ആ പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അവിടെ ഒരു വിഷയം വരുന്നത്, ഇവർ പലിശ വാങ്ങില്ല, ഇൻട്രസ്റ്റ് വാങ്ങില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ നിക്ഷേപിക്കപ്പെട്ട പണം അങ്ങനെ തന്നെ തിരിച്ചു കിട്ടിയാൽ മതി. അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതി, വിഷയമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങളും പതിറ്റാണ്ടുകളും നീങ്ങിപ്പോകുന്നതിൻ്റെ ഇടയിൽ അറബ് രാജ്യത്തിലെ ഒരു പ്രമുഖനായിരിക്കുന്ന പത്രപ്രവർത്തകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി എന്നാണ്. എന്താണ് അന്വേഷണം നടത്തുന്നത്? എന്താണ് ഈ പലിശ? ഈ പലിശ കൊണ്ട് അവർ ചെയ്യുന്നത്, ബാങ്ക് ഈ പലിശ എന്തിനു ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ അത് അന്വേഷണമാണ് അറബ് ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു അന്വേഷണം. നമ്മൾ പലിശ വാങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ട് ലഭിക്കുന്ന പലിശ അല്ലെങ്കിൽ നമ്മുടെ പണത്താൽ ഉണ്ടാകുന്ന പലിശ ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ അറിയുക എന്നുള്ളത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പൗരന്റെ അവകാശമാണ് എന്നതിനാൽ ഈ അന്വേഷണം എത്തിയിരിക്കുന്നത് ലഭ്യമാകുന്ന പലിശ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ സംഖ്യകളൊന്നും ഉണ്ടാവില്ല. കോടിക്കണക്കിന് ഡോളറുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് രൂപയാണ്, ലക്ഷക്കണക്കിന് ഡോളറുകളാണ് വർഷാന്തം അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അങ്ങനെ ഒരു വ്യക്തിയോ 2 വ്യക്തിയോ 100 വ്യക്തിയോ അല്ല, ഭരണാധികാരികളിൽപ്പെട്ടവരും വ്യവസായികളും സമ്പന്നരും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബില്യൺ കണക്കിന് അല്ലെ ട്രില്യൺ കണക്കിനാണ് അത് സംഖ്യ കൂടി വരുന്നത്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട്, ഈ പണം അമേരിക്കയുടെ ബാങ്ക് സംവിധാനമോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് ആയുധം നൽകുന്നു എന്നാണ്
അദ്ദേഹം അന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പലിശയെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്, പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പകരം എന്ത് ചെയ്യുന്നു ഇവർ ഈ പണം ഇസ്രായേലിന് നൽകുന്നു, ഇസ്രായേൽ ആയുധം വാങ്ങുന്നു, ആയുധം വാങ്ങിയിട്ട് ആയുധം കൊണ്ട് പലസ്തീനികളെ വെടിവെക്കുന്നു. അപ്പൊ എന്താ ഇവിടെ നടക്കുന്ന സംഭവം? അറബികളുടെ പണം കൊണ്ട് അറബികളെ തന്നെ ഇസ്രായേൽ വെടിവെക്കാൻ അറബികൾ അവസരം നൽകുന്നു. ഇത് മനസ്സിലാകാത്ത ഒരുപാട് അറബികൾക്ക് മനസ്സിലായത് എപ്പോ എന്ന് ചോദിച്ചാൽ, ഇറാഖ് അമേരിക്കൻ യുദ്ധത്തോടനുബന്ധിച്ച് അറബ് മേഖലയിലുള്ള രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അവർക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്. അവർ പറയുന്നത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിൽക്കുന്ന ദേശമാണ് ഇറാഖ് എന്ന് പറയുന്ന ഭാഗം. അത് അറേബ്യൻ സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയയിൽ നിന്നുണ്ടാകുന്നത്. അത് മാനവ സംസ്കാരമാണ്, മുസ്ലിം സംസ്കാരമാണ്. ഒരു സംസ്കാരത്തിന്റെ ഈറ്റില്യമായിരിക്കുന്ന, അറേബ്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്യമായിരിക്കുന്ന ഈ ദേശത്തിന് നേരെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വെടിവെക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ വെടിവെക്കുന്നതിന് തത്തുല്യമാണ്. കുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും നഷ്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, ഇറാഖിന്റെ അടുത്ത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇറാഖിനെ ആക്രമിക്കരുത്, ഇറാഖിന്റെ യുദ്ധം വിരാമം ഉണ്ടാവണം. അത് ബസറ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 3-4 പ്രാവശ്യമെങ്കിലും, ഒരു ഡസൻ പ്രാവശ്യം, 12 പ്രാവശ്യമൊക്കെ 10-ലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 3-4 പ്രാവശ്യമെങ്കിലും അറബ് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച്, അതായത് അറബ് ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയും ഖത്തറും ഒമാനും അടങ്ങുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് നേരിട്ട് പറഞ്ഞു. സീനിയർ ജോർജ് ബുഷ് അന്ന് അമേരിക്ക ഭരിക്കുന്ന കാലമാണ്. എന്നാൽ അമേരിക്ക അത് എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അവിടെ അറബ് രാജ്യത്തിന് തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രതിസന്ധി ഘട്ട് നമ്മുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ആചാരത്തിനും നേരെ അക്രമം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക തങ്ങളെ സഹായിക്കില്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ അറബ് ലോകത്തിനുണ്ടായത് ആ സമയത്താണ്. അപ്പൊ അവരെ പിന്നീട് ഈ യുദ്ധത്തിന് ശേഷം സദ്ദാം ഹുസൈനെ പിടികൂടി വധിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം അമേരിക്കയുമായി മാനസികമായി അറബ് രാജ്യങ്ങൾ അകലുകയും അമേരിക്കയുടെ ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട, അമേരിക്കയുടെ എന്നല്ല, അമേരിക്കയിലാണ് ഉള്ളത്, ആ ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണം അല്പാൽപമായി തിരിച്ച് വിഡ്രോ ചെയ്യാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായി. അത്ര പെട്ടെന്നൊന്നും പണം ഇങ്ങനെ ഒന്നായിട്ട് തിരിച്ചു നൽകാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ ഡെപ്പോസിറ്റ് ചെയ്ത പണം അവർ ആവശ്യത്തിനനുസരിച്ച് തിരിച്ച് നൽകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമോ പ്രതിസന്ധിയോ അവിടെ ഉണ്ടായതോടുകൂടി കൃത്യമായ രീതിയിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ അകൽച്ചയുണ്ടായി, പ്രതിസന്ധിയായി, വിഷയങ്ങളായി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാണ്. നമ്മൾ പറയുന്ന വിഷയം, അന്താരാഷ്ട്ര മേഖലയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അനുമതിയോടുകൂടി ഇസ്രായേൽ വിഹരിക്കുന്നതിന്റെ കാര്യകാരണങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. മൂന്നാമത്തെ വിഷയമായിട്ടാണ് അന്താരാഷ്ട്ര മേഖല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ പറയപ്പെട്ട പേജർ സ്ഫോടനം. പേജറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ല അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നു. 5000-ഓളം പേജറുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ആ പേജർ വിൽപ്പന നടത്താൻ വേണ്ടി അവർ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ അറബ് രാജ്യത്ത് വിപണനം ചെയ്യാൻ വേണ്ടിയും ലോക ബാങ്കിലുള്ള പലിശ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആയുധം വാങ്ങാൻ വേണ്ടിയും അവരുപയോഗിച്ച തന്ത്രത്തിന്റെ പകുതി പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പേജറിൽ മാത്രമല്ല, വാക്കി ടോക്കിയുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ തുടർച്ചയായ രീതിയിൽ തന്നെ അവിടെ നടന്നിട്ടുണ്ട്. ഉദ്ദേശ തരത്തിൽ ആ സ്ഫോടനങ്ങൾ നടന്നിട്ടില്ല. 5000 ഈ പേജറുകളെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ്. 5000 പേജർ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 100-200 അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് പേജറെ പൊട്ടിയിട്ടുള്ളൂ. ബാക്കിയൊന്നും പൊട്ടാതിരിക്കുന്നു എന്നതിനാൽ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ വേറെന്തോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം ഇപ്പൊ നടന്നു വരികയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നതും അവരുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെയും കാരണം ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങൾ ന്യായവും അന്യായവും ചെയ്താലും, തെറ്റും കൊലപാതകവും ചെയ്താലും, ക്രൂരപ്രവർത്തനം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് മാത്രമാണ്. സർവ്വ മേഖലയിലും സർവ്വ നേരത്തും ഈ സപ്പോർട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഒക്ടോബർ 7-ാം തീയതി നടന്നതിന്, ഹമാസിന്റെ അക്രമത്തിന് ശേഷം ഇസ്രായേലിന്റെ മേഖലയിൽ, ഫലസ്തീന്റെ മേഖലയിൽ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന കൊലപാതകത്തിന്റെ പരമ്പര തന്നെ നമ്മൾ കാണുന്നതിന്റെ കാര്യം, ലോകം കണ്ണ് മൂടിക്കെട്ടുന്നത്, ലോകമല്ല യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ണ് തുറക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് എന്നത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ലോകത്തിന്റെ മുൻപിൽ വിജയിച്ചു കിട്ടണം എന്ന് ഇസ്രായേലിനേക്കാളേറെ
യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ താല്പര്യപ്പെടുന്നുണ്ട് എന്നതിനാൽ മാത്രമാണ്.